നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരുമായ ചെറുപ്പക്കാർ കേരളം വിട്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നു. പ്രായമായ ആളുകൾ വലിയ വീടുകളിൽ ഒറ്റപ്പെടുന്നു. പണ്ട് കളിചിരികൾ ഉയർന്നിരുന്ന വീടുകൾ ആരോരുമില്ലാതെ പൂട്ടിക്കിടക്കുന്നു. ഒരു മലയാളി എന്ന നിലയിൽ എന്റെ വിലാപമാണിത്. 1965 സ്ഥാപിതമായ ഒരു ദരിദ്ര രാജ്യമായിരുന്ന സിംഗപ്പൂർ ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ്. സ്വന്തം രാജ്യം തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കും സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്ന ഇടമാക്കണം എന്ന നേതാക്കളുടെ സ്വപ്നമാണ് ഇന്ന് കാണുന്ന സിംഗപ്പൂർ. സിംഗപ്പൂരിനേക്കാൾ എത്രയോ മികച്ച വിഭവങ്ങളാണ് നമ്മുടെ കേരളത്തിനുള്ളത്. നാട്ടിൽ വ്യവസായം തുടങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുന്ന നേതാവിന്റെ മക്കൾ വ്യവസായം ചെയ്യുന്നത് അന്യസംസ്ഥാനത്താണ്. സർക്കാർ സ്കൂൾ മികച്ചത് എന്ന് പറയുന്ന നേതാവിന്റെ മക്കൾ പഠിക്കുന്നത് സ്വകാര്യ സ്കൂളിൽ. ആശുപത്രികളുടെ കാര്യം പറയുന്നില്ല. കിട്ടുന്നതെല്ലാം വാരിയെടുത്ത് ഓടി രക്ഷപ്പെടാനാണ് രാഷ്ട്രീയക്കാർ പോലും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ റോഡുകളും പാലങ്ങളും തകർന്നു വീഴാൻ അവർ സമ്മതിക്കുമോ? ആ തട്ടിയെടുക്കുന്ന പണം അവരുടെ മക്കൾക്ക് ഉപകാരപ്പെടുമെന്നാണ്. നാട് വിട്ടുപോകുന്ന ഒരു മക്കളും നേതാക്കളെ നോക്കാൻ അവർ തന്നെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ല. നാട്ടിൽ ജനാധിപത്യമാണ്, നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറയും. എനിക്കിഷ്ടം ദോശയാണ്. പക്ഷെ എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുള്ളത് ഇഡ്ഡലിയും ഉപ്പുമാവുമാണെങ്കിൽ തിരഞ്ഞെടുപ്പിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? വിവരവും വിദ്യാഭ്യാസവുമുള്ള വലിയ പദവികൾ വഹിക്കുന്ന എത്രയോ മലയാളികൾ ലോകം മുഴുവനുമുണ്ട്. നല്ല നേതൃത്വപാഠമുള്ള ഏറ്റവും മികച്ച ഒരു ഡോക്ടർ ആരോഗ്യമന്ത്രിയാവുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകം മുഴുവൻ ക്ലാസുകൾ എടുക്കുന്ന ഒരു പ്രൊഫസർ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. ലോകം മുഴുവൻ യാത്ര ചെയ്ത് ലോകരാഷ്ട്രങ്ങളുമായി നല്ല ബന്ധമുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയാവുന്ന കേരളം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ജയിച്ചാൽ മന്ത്രിമാരാക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് മികച്ച ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ട് ഒരു ഓൺലൈൻ പോൾ നടത്തട്ടെ. അതിൽ നിന്ന് ഏറ്റവും വോട്ട് കിട്ടിയ ആളെ തിരഞ്ഞെടുപ്പിന് നിർത്തട്ടെ. പണത്തോട് ആർത്തിയില്ലാത്ത, ലോകം കണ്ടിട്ടുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള നേതൃത്വം ഈ നാട് ഭരിക്കണം. അല്ലാതെ അധ്യാപകനെ തല്ലുന്നവരും പരീക്ഷ എഴുതാതെ ബിരുദം നേടുന്നവരുമല്ല കേരളം ഭരിക്കേണ്ടത്. കേരളം ഇന്ത്യക്ക് മാതൃകയാവണം. നാട് വിട്ടുപോയ നമ്മുടെ ചെറുപ്പക്കാർ തിരിച്ചു വരണം. നമ്മുടെ വീടുകൾ വീണ്ടും ജീവനുള്ളതാകണം.